Hello, my beautiful souls. Welcome back to my channel. The person on your mind. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ പറ്റി അവർക്ക് നിങ്ങളോടുള്ള സിറ്റുവേഷൻ, ഫീലിങ്സ്, നിങ്ങളുടെ ഒരു ഫീലിംഗ് സിറ്റുവേഷൻ, നിങ്ങൾ എന്താണോ കറന്റ്ലി അട്രാക്ട് ചെയ്യുന്നത്, ആൻഡ് മെയിൻലി ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഈ സമയം എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഗ്രൂപ്പ് കാണാൻ സാധിക്കും, ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സി ഈ റീഡിംഗ് നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. സോ ഒന്നുകിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ സി ഈ റീഡിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. കാരണം പല ആളുകളും നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എനർജി, എഫേർട്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചില സ്പെസിഫിക് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തികളിലായിരിക്കാം, കണക്ഷനിലായിരിക്കാം. അല്ലെ, കമോൺ, വർക്ക് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുക. ഓർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അഗൈൻ ഈ റീഡിങ്ങും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ പോകുന്ന അവസ്ഥയായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. ഓക്കെ, കാരണം ഇത് ജനറിക് റീഡിംഗ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. ഓക്കെ, ബിക്കോസ് ഈ റീഡിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചില സമയത്ത് നിങ്ങൾക്കത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ എടുത്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഈ രണ്ട് ഒരു ക്യാൻഡിൽ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യാം. നിങ്ങൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ആളുകളായിരിക്കാം. സോ എന്താണ് ഈ വ്യക്തിയെ കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. All right, let's start with group number 1. Hello, group number 1. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ വ്യക്തിയെ കുറിച്ച് ഈ സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? ലെറ്റ്സ് സീ the person on your mind. Think about your relationship situation and എന്ത് ആൻസർ ആണ് നിങ്ങൾ ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞത് മാത്രമായിക്കൊള്ളണമെന്നില്ല അതിന്റെ ഒരു റിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഒരു ആഴമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഈ റിലേഷൻഷിപ്പിലെ ചില കാര്യങ്ങൾ ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ പുറത്തേക്ക് കാണുന്നത് അതായിരിക്കും നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നതും ട്രസ്റ്റ് ചെയ്യുന്നതും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ചില ആളുകളുടെ ഇമോഷൻസ് അവര് പുറത്ത് കാണിക്കുന്നത് പോലെയല്ല ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പുറത്ത് കാണുന്നത് പോലെ ആയിക്കൊള്ളുന്നില്ല അവരുടെ ഒരു റിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പൊതുവെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ. ഓക്കെ, പുറത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ സാധിക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു ഡെപ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാവുന്നുണ്ട്. അത് മനസ്സിലാക്കി വരാൻ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട്, പല പല ഇമോഷണൽ സിറ്റുവേഷനിലൂടെ പോവേണ്ടതായിട്ടുണ്ട്. ആൻഡ് അത് മനസ്സിലാക്കാനും അതിന് വളരാനും ഇറ്റ്സ് ലൈക്ക് ഒരു മരം വളരുന്നത് പോലെയാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ. ഓക്കെ, സോ പെട്ടെന്നല്ല, ഓരോ ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിലുള്ള മരങ്ങള് അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരും, അല്ലെ? സോ അങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്പാർക്ക് എന്നല്ല നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ സാധിക്കില്ല, ആ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, ഇനിയും ഈ വ്യക്തിയെ കുറിച്ച്, എസ്പെഷ്യലി ഈ ഒരു കണക്ഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിന് ടൈം വേണ്ടി വരാം. ഓൾറൈറ്റ്, ചില സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നാച്ചുറലി സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് എങ്ങനെയാണ് ഒരു മരത്തെ കാലാവസ്ഥ ബാധിക്കുന്നത്, അതുപോലത്തെ മാറ്റങ്ങൾ ഓരോ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില സമയത്ത് അത് വളരെ തളിർത്ത് നിൽക്കും, ചില സമയത്ത്
ഇനി ഒരിക്കലും വളരാൻ സാധിക്കില്ലാത്തൊരു രീതിയിൽ അതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം, അല്ലെ, വരണ്ടു പോയിട്ടുണ്ടായിരിക്കണം ആ ഒരു ചെടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മരം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ പ്ലേസിലും വീണ്ടും അത് തളിർക്കും, അല്ലെ. നിങ്ങളുടെ റിലേഷൻഷിപ്പും അങ്ങനെയാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സീസൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൂടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത്. പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോവേണ്ടതായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പിന്നീട് ഒരുപാട് കുറവുകളും അല്ലെങ്കിൽ ഒരുപാട് പോരായ്മകളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് അതിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരാള് വളരെ ബുദ്ധിമുട്ടായിട്ട് മറ്റൊരാൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ലോലി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരാള് ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു മിസ്റ്റേക്ക് ചെയ്യും ബട്ട് ചേഞ്ച് ആവും. ഓൾറൈറ്റ്, ആ ഒരു ചേഞ്ച് കാണാത്തൊരു സമയത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടാക്കുന്ന സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായി, അത് കോൺസ്റ്റന്റ് ആയിട്ട് സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഡിഫറെന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കാരണം ആ വ്യക്തിക്ക് മാറാനുള്ള ഒരു സ്പേസ് അതാണ്, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്പേസ് ആണ് ആ വ്യക്തിക്കും ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയുടെ ഒരു തെറ്റ് എൻകറേജ് ചെയ്യുന്നോ അല്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ നിൽക്കുന്നോ, ആ വ്യക്തിക്ക് വളരാൻ സാധിക്കില്ല, നിങ്ങൾക്കും വളരാൻ സാധിക്കില്ല. ഇൻസ്റ്റീഡ് ആ ഒരു മാറ്റം നിങ്ങളായിട്ട് എടുക്കുന്ന സമയത്തോ എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ അവിടെ എടുക്കേണ്ടത്, ആ ഒരു സമയത്താണ് അവിടെ ഗ്രോ ചെയ്യാൻ സാധിക്കുക. സോ അതിന് എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് തന്നെ നിന്ന് പോകണമെന്നില്ല. മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, സെപ്പറേഷൻ ഉണ്ടായിരിക്കാം, ഓൾറൈറ്റ്, കോണ്ടാക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളെയാണ് കൂടുതൽ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ കൊടുക്കേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ. നിങ്ങൾക്കാണ് ഒരു കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ചില ആളുകൾ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്നുകിൽ നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ശാരീരികപരമായിട്ട് ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കാം, ഓർ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ എവിടെയാണോ നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങൾ അത് സെറ്റ് ചെയ്യുക. ആ ഒരു സമയത്താണ് ആ വ്യക്തിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ആ വ്യക്തിയുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ആ വ്യക്തിയും എൻകറേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സമയം നിങ്ങളായിട്ട് ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, വിച്ച് ഇസ് വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പോവേണ്ടത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ വെച്ച് എന്ത് ക്ലൈമറ്റ് ആണ് അവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങൾ അവിടെ കാണിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി സൂൺ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആക്ഷനിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരുടെ ആക്ഷനിലും ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഒരാൾ മറ്റൊരാളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ആക്ഷൻ ഒക്കെ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, വീണ്ടും ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ധൃതി കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ. നിങ്ങളും റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ധൃതി കാണിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ധൃതി ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ടോ, തിരക്കാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില മാറ്റത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ഓക്കെ, സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് നമ്മള് ചില ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ബേർഡ്സ് ഒക്കെ ദേശാടനം പോലെ ചെയ്യും. ദേശാടന കിളികളെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലെ. സോ അവര് ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് പോവുക. അവർക്ക് സേഫ് ആയിട്ട് തോന്നുന്ന പ്ലേസ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിലേക്കാണ് അവര് റീലൊക്കേറ്റ് ചെയ്ത് പോവാ, മൈഗ്രേറ്റ് ചെയ്ത് പോവാ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ആർക്ക് എന്താണോ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇവിടെ എന്താണ് സേഫ് ആയിട്ട് തോന്നുന്നത് അതാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തി ആണെന്നുണ്ടെങ്കിലും. സോ ചില മാറ്റങ്ങൾ അങ്ങനെ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ
നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി കുറെ കാലമായിട്ട് നിങ്ങളുടെ കൂടെ ഇല്ല, മാറി നിൽക്കായിരുന്നു, അവരുടേതായിട്ടുള്ള ചില സന്തോഷം നോക്കിപ്പോയി, അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കിപ്പോയി എന്ന് തോന്നുന്ന ആളുകളാണ്, കുറെ കാലമായിട്ട് കോണ്ടാക്ട് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട്. ഓക്കെ, ഇപ്പം അവർ വളരെ സെൽഫിഷ് ആയിട്ട് നിങ്ങളടുത്ത് പെരുമാറി എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു റീസൺസ് കൊണ്ട് ഒരു സെപ്പറേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വലിയൊരു ലോങ് ഡിസ്റ്റൻസ് സെപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്കോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, കുറെ കാലമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചില മാറ്റങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഇങ്ങോട്ട് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. വിച്ച് മീൻസ് ലൈക്ക് വീണ്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു ക്രേവ് പരസ്പരം കാണിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണിക്കുന്നുണ്ടായിരിക്കണം. എനിക്ക് മനസ്സിലാക്കുക, വീണ്ടും വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നിങ്ങളെ കൊണ്ടോ നിങ്ങൾക്ക് അവരെ കൊണ്ടോ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ആരാണോ അങ്ങോട്ട് പോവാൻ തോന്നുന്നത്, ആരാണോ അപ്രോച്ച് ചെയ്യുന്നത്, ആരാണോ ഒരു ഗ്യാപ്പിന് ശേഷം അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഡെഫിനറ്റ്ലി ആ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സിന് വേണ്ടിയിട്ടാണ് ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഓൾ ഓഫ് സഡൻ ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു, പെട്ടെന്ന് ഒരാള് മാറിപ്പോയി, കംപ്ലീറ്റ്ലി ദൂര സ്ഥലത്തേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയി, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ അവർ പോലും അറിയാതെ എടുത്തു പോകുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു മാറ്റത്തിൽ നിങ്ങൾ പാനിക് ആവേണ്ട. ആ ഒരു സീസൺ ചേഞ്ച് ആവുന്ന സമയത്ത് വീണ്ടും, അതായത് അവർ എന്ത് പ്രശ്നത്തിലൂടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്താണോ അവർക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയിട്ടുള്ളത്, അത് മനസ്സിലാക്കി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസ് കുറയുന്ന സമയത്ത് വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് കുറച്ച് സ്നേഹമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. സോ ആ ഒരു കാര്യം വീണ്ടും തളിർത്തു വരുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കോ ഇത്ര കാലമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, തളിർക്കുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലെ. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ, സോ നിങ്ങൾക്ക് അത് കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് ചേഞ്ച്, ജെന്യൂൻ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഓർ നിങ്ങൾക്ക് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആ പേഴ്സന്റെ അടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ, യെസ്, യു ഗൈസ് ആർ റെഡി ഫോർ റീകണക്ഷൻ. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഇപ്പം മിസ്റ്റേക്സ് ഉണ്ടാവും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം ഹേർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചാൻസും കൂടെ കൊടുക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ബട്ട് മേക്ക് ഷുവർ എന്ത് മിസ്റ്റേക്ക് ആണോ ഇത്ര കാലമായിട്ട് ചെയ്തിട്ടുള്ളത്, അതേ കാര്യം ചെയ്യാനുള്ള സ്പേസ് വീണ്ടും കൊടുക്കാതിരിക്കാം. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, സോ ഈ വ്യക്തിയുടെ ഫീലിംഗ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറച്ച് സമയമായിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫീലിംഗ്സിൽ അവരുടെ മനസ്സിൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും തരാതെ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളടുത്ത് കുറച്ചുകൂടി ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ചില മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ വ്യക്തി അവിടെ എവിടേക്കോ ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് പ്രൂവ് ചെയ്യുന്ന ചില ആക്ഷൻസ് അവര് മനഃപൂർവ്വം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ചില കാര്യങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വളരെ നോർമൽ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു അറ്റൻഷൻ, നിങ്ങളുടെ ഒരു വാത്സല്യം, സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ആക്ഷൻ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് വളരെ കുരുത്തക്കേടൊക്കെ കാണിച്ചു പോയിട്ടുള്ള ഒരു കുട്ടി വീണ്ടും വീട്ടിലേക്ക് വരാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ. ഓക്കെ, സോ ആ ഒരു ക്യൂട്ട്നെസ്സും അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ചൈൽഡിഷ് ആയിട്ടുള്ള നേച്ചറും ഒക്കെ വാരി വിതറുന്നുണ്ടായിരിക്കണം. ബട്ട് ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അത്ര വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചാൻസ് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ബട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു രീതിയിലും നിങ്ങളെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ളത്, ആ വ്യക്തി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങനെ എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വരുന്നത് ആൻഡ് അഗെയിൻ ഈ ഒരു ക്ലൈമറ്റിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതോ ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അവരൊരുപാട് ലൈക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തോട്ട്സിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്.
ഓക്കെ, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഓവറായിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കോൺവെർസേഷനെ പറ്റി അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വീണ്ടും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ അറിഞ്ഞോ അറിയാതെയോ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അവർ ആക്ഷൻ എടുക്കും ആ ഒരു കാര്യത്തിന് വേണ്ടി. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ അവരെ വലിയ രീതിയിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോൺവെർസേഷൻ ഇല്ലാതെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ, റൈറ്റ്? പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. Alright, so let's take few more message. The person on your mind, what you need to know. കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളടുത്ത് സംസാരിക്കാനും പെരുമാറാനും, അല്ലെങ്കിൽ അവർ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങൾ ഡിഫറെന്റ് റിലീജിയൻ, ഡിഫറെന്റ് കാസ്റ്റ്, അതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സൊസൈറ്റിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ചില വിശ്വാസം, ഓക്കെ, നിങ്ങൾ എങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്നു, അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫ്രീ യുവർ സെൽഫ്. ഓക്കെ, ഫ്രീ യുവർ സെൽഫ്. അഗൈൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തിയും കുറെ കൂടെ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യാനോ ആയിരിക്കാം. ഓക്കെ, സോ കോൺവെർസേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നതുകൊണ്ടോ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ടോ യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ അവിടെ ഉറപ്പ് വരുത്തേണ്ടത്, പഴയ രീതിയിൽ തന്നെ പോവാനുള്ള ഒരു അവസരം ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇനി ഇത് എന്റർടൈൻ ചെയ്യണോ വേണ്ടോ എന്ന് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കുക. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, അതൊറ്റ റീസൺ. ഓക്കെ, സോ നിങ്ങൾക്കത് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ദി പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. It's safe for you to love. Okay, this is your confirmation. Maybe like നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ കൊണ്ട് ഇനി ഇതിലേക്ക് പോണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഹേർട്ട് ആവാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ഒറ്റയടിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാന്നുള്ളതല്ല. ഓൾറൈറ്റ്, വീണ്ടും ആ ഒരു കുട്ടിത്വം കാണിക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, വീണ്ടും പിണങ്ങി പോയിട്ടുള്ള ഒരു കുട്ടി വീണ്ടും തിരിച്ചു വരുന്നത് പോലെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ റിലീജിയൻ അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ ഓർ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കാം, റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കുറവും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ വളരെ ഒരു ജെന്യൂനിറ്റി കാണിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, രണ്ടുപേരും കാണിക്കുന്നുണ്ട്, രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, രണ്ടുപേരും ഈ ഒരു സമയം ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് മനസ്സിലാക്കുന്ന ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് സേഫ് ആയിട്ട് ഈ ഒരു സമയത്ത് തോന്നുന്നത്, ലൈക്ക് ദേശാടന കിളികളൊക്കെ പോലെ. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ അവർക്ക് ഇവിടെയാണ് സേഫ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളിലാണ് സേഫ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അതാണ് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സിൽ ആ വ്യക്തിക്ക് ചേഞ്ച് ഉണ്ടാവുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എല്ലാവരും, ഇപ്പൊ ഈവൻ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ചില താല്പര്യം കൊണ്ട് ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മള് ഓവറായിട്ട് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമുക്കത് വേണമെന്ന് തോന്നുന്നത്, റൈറ്റ്? നിങ്ങൾക്ക് ആ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ല ഈ വ്യക്തിയുടെ. ബട്ട് ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്, ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു റീസൺ ചില ഇന്റൻഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അത് സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന ഒരു വൈബ് ആയിരിക്കാം, എനർജി ആയിരിക്കാം, ഒരു യങ് എനർജി ആയിരിക്കാം, നിങ്ങളുടെ പ്രസൻസ് ആയിരിക്കാം, നിങ്ങളായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നത് അങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, സോ ഹേർട്ട് ചെയ്യും, ബട്ട് ഡെഫിനറ്റ്ലി അത് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ്. സോ നിങ്ങളെ റിപ്പീറ്റഡ്ലി ഹേർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രേക്ക് കൊടുക്കേണ്ട റിലേഷൻഷിപ്പ് ആണ്, പരസ്പരം മെച്ചോർഡ് ആയിട്ട് ചിന്തിക്കുന്നത് വരെ. ഓക്കെ, സോ ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരേ പെയിനിലൂടെ നിങ്ങൾ പോവേണ്ടി വരും.
ഓക്കെ, സോ എപ്പോഴൊക്കെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, the person on your mind. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആൻഡ് എന്താണ് ഈ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്. ലെറ്റ്സ് സീ. ഓൾറൈറ്റ്, സോ ഇത് കുറച്ച് നിങ്ങളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു ടൈമിൽ. സോ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന പല തോട്ട്സും ഐഡിയാസും ഡിഫറെന്റ് ആയിട്ടുള്ള ചില തോന്നലുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾ ആക്ച്വലി എന്താണ് വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യണോ, ഓർ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത്, അല്ലെ, ഓർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ട്രസ്റ്റ് ചെയ്യണോ, ഓർ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ട്രസ്റ്റ് ചെയ്യണോ. ഇതുപോലുള്ള പല കൺഫ്യൂഷൻസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആ വ്യക്തിയുടെ പല പല ആക്ഷൻസ് കൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റവും പറയുന്ന കാര്യങ്ങളും ആക്ഷനും ഒന്നും നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടും തോന്നുന്നുണ്ടാവില്ല അല്ലെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളതും അറിയുന്നുണ്ടാവില്ല. ഈ വ്യക്തിയെ കുറിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്, എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ സമയം അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ വ്യക്തിയെ ഈ സമയം നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്ത് വളരെ ഒരു അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. പക്ഷെ അതൊരിക്കലും നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അടിമപ്പെടുത്തുന്നത് പോലെ ആവരുത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ സെൽഫിഷ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, സോ അതൊരു റീസൺ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഓക്കെ, രണ്ട് സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ വ്യക്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. സോ നിങ്ങൾക്ക് അതായിരിക്കാം ആ വ്യക്തിയോട് വലിയൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ആ വ്യക്തി ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു, ആ വ്യക്തി സന്തോഷമായിട്ട് നിൽക്കുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു ലാക്നെസ് നിങ്ങൾ ചില ആളുകൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഓർ നിങ്ങൾ ഓൾറെഡി ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കണം, ബട്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ലോയൽ ആയിട്ടായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക. ഡെഫിനറ്റ്ലി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നുള്ളതല്ല, ബട്ട് നിങ്ങൾക്കും ഒരു ലൈഫ് ഉണ്ട്, നിങ്ങൾ ഒരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ അത് പഠിപ്പിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾക്കും ആ വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ തന്നെ വളരണം എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, രണ്ടുപേരും ഒരേ രീതിയിൽ വളരണം. ഈ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. സോ നിങ്ങൾ ഒരാള് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം റിലേഷൻഷിപ്പിന് വേണ്ടി, സ്നേഹത്തിന്റെ പേരിലായിരിക്കാം. ഓക്കെ, ബട്ട് ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, പക്ഷെ അവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളും അതേ ലെവലിലേക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവ നിങ്ങളത് മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, ഓർ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളോ, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കണക്ഷൻ തോന്നുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത് നിങ്ങളും വളരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രാക്ടിക്കലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ മേ ബി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചിട്ട് പഠിക്കുന്ന ആളുകളായിരിക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗ്രോത്ത്, പരസ്പരം ഒരു സമയത്ത് ഒരാൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നു, ആൻഡ് വേറൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് തിരിച്ചും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് അവിടെ ഈക്വലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടേതും ആയിട്ടുള്ള ഒരു സെൽഫ് ഗ്രോത്തും കൂടിയാണ്. ആൻഡ് ആ വ്യക്തിക്കും എന്തെങ്കിലും സപ്പോർട്ട് വേണ്ട ഒരു പ്ലേസിൽ നിങ്ങൾക്കും അത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഒരുപാട് ഒരു ലോയൽ ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പാണ്. റൈറ്റ്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്, കുട്ടികളെ പോലെ തന്നെ.
ഓക്കെ. സോ ചില സമയം ഈവൻ നിങ്ങൾ എത്ര ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ആ ഒരു കുട്ടികളുടെ ഒരു നേച്ചറും കൂടെ നിങ്ങളുടെ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. അവിടെ പരാതികൾ ഉണ്ടാവും, പിണക്കങ്ങൾ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്തു പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഈ വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചോ ഉണ്ടെങ്കിൽ ഓൾറൈറ്റ്. പക്ഷെ രണ്ടുപേരും ആക്ഷൻ എടുക്കണം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വരുന്നു, ഓരോ കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നു, ആ വ്യക്തി ഒന്നും ചെയ്യാതെ അത് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കാം ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അത് തിരിച്ചുമായിരിക്കാം നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ. കാരണം ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ഇതുപോലത്തെ ചില മാറ്റങ്ങൾക്ക്, ഇതുപോലത്തെ ഒരു തുടക്കത്തിനും രണ്ടുപേരും ഒരുമിച്ചിട്ട് പോകണം. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ആക്റ്റീവായിട്ട് പോകുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കുക. രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള ചില ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്, ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? സോ ഒരാൾക്ക് ഉള്ളൊരു കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ. നിങ്ങളെന്നൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. സോ നിങ്ങളുടെ ആ ഒരു ജേർണി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആ ഒരു യാത്ര ഈസിയാക്കാൻ നിങ്ങളുടെ ഈ ഒരു രണ്ട് ക്വാളിറ്റീസും നിങ്ങൾ ഇംപ്രൂവ് ചെയ്താലേ അല്ലെങ്കിൽ രണ്ട് ക്വാളിറ്റീസ് നിങ്ങൾ കാണിച്ചാലേ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ചില ലൈഫ് സിറ്റുവേഷൻ ഉണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾ തന്നെ ഒരുമിച്ച് പോകേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജ് ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്യുന്ന വ്യക്തിയാണിത്. ഓക്കെ. അത് നിങ്ങളുടെ ഒരു മാരിറ്റൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ഓർ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാമ്പത്തികപരമായിട്ടുള്ളതോ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവരുടേതോ അവര് നിങ്ങളുടേതോ. ഈവൻ നിങ്ങളുടെ ഇമോഷൻസിലാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ ഇപ്പം ഈ വ്യക്തിയുമായിട്ടുള്ള ഇമോഷൻസും ബാലൻസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും. ഓക്കെ. കാരണം ഈ വ്യക്തിയുടെ ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കണക്റ്റഡ് ആണ്. ഓക്കെ. സോ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ചില ഫീലിങ്സ്, അഡിക്ഷൻ, അട്രാക്ഷൻ, സ്നേഹം അത് ബാലൻസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോളണമെന്നില്ല. ഓക്കെ. സോ ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഇല്ലാതെയോ നിങ്ങൾ ഇതും മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഓൾറൈറ്റ്. സോ ചില സമയത്ത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, ചില സമയത്ത് നിങ്ങൾ ഒരുമിച്ച് അല്ലാണ്ട് ലൈക്ക് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്യേണ്ട ലൈഫ് സിറ്റുവേഷനും ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ. എങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ജേർണിയിൽ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി, പിന്നീട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട ഒരു വഴി ഉണ്ടായിരിക്കണം. പക്ഷെ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇപ്പം ഈ ഒരു സമയത്ത് എന്താണോ സിറ്റുവേഷൻ കൊണ്ടുവച്ചിട്ടുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളുടെ ലൈഫിൽ പെർഫോം ചെയ്യേണ്ടത്, ഒറ്റയ്ക്ക് തന്നെ പെർഫോം ചെയ്യാം. അത് ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോവോ, ഇല്ലാണ്ടായി പോവോ, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ ഇല്ലാണ്ടായി പോവോ, അതെല്ലാം നിങ്ങൾ ബോധർ ചെയ്യേണ്ടത്. ഓക്കെ. ഈ ഒരു ടൈമിൽ ഈ വ്യക്തിയോടുള്ള ഇമോഷൻസ് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, നിങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് അത്ര ഒരു വേഗത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് എത്താൻ സാധിച്ചാലേ നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ? വീണ്ടും ഒരുമിച്ചുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. റൈറ്റ്. സോ നിങ്ങൾക്ക് അവിടെ എത്രമാത്രം സമയം എടുക്കാൻ വേണോ നിങ്ങൾക്ക് അത് ഇറ്റ്സ് ഓൾ അപ് ടു യു. ഓക്കെ. സോ എത്രമാത്രം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നോ, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്യേണ്ട പ്ലേസിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ആ ഒരു ടൈമിലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാലൻസ്ഡ് ആക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കണക്ഷൻ ഫേഡഡ് ആയിട്ടുണ്ടായിരിക്കണം, ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. സോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു ഫീലിംഗ്സിൽ ചില മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓൾ ഓഫ് സഡൻ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഡിസ്കണക്ട് ആയ പോലെ നിങ്ങൾ ചില ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. പെട്ടെന്ന് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ഫീലിംഗ്സിലൂടെ ആയിരിക്കാം മേ ബി നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ. ഓക്കെ. ഒന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോകണം ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോകണം. ഓക്കെ.
എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നാണ് ഈ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു, വളരെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നു. ബിക്കോസ് ആ വ്യക്തി നിങ്ങളെ ഇൻസ്പയർ ചെയ്യാണ് ആ വ്യക്തിയുടെ പോലെ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി. ആ ഒരു സമയത്ത് അവരില്ലല്ലോ, ഞാനില്ലാണ്ട് അവർ സക്സസ് ആയിട്ട് നിൽക്കുന്നു, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നോ, ഈ വ്യക്തി അറിയാണ്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാണ് അവരെ പോലെ വളരാൻ വേണ്ടി. അത് തിരിച്ചുമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം ഈ വ്യക്തി ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഈ വ്യക്തിയുടെ തോട്ട്സിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഒരു സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ വ്യക്തി ഒരുപാട് അത് ലാക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. ഓക്കെ, സോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമല്ലാത്തതിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. സോ ചില ആളുകൾക്ക് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ആൻഡ് അത് അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആക്ഷനിൽ, നിങ്ങളുടെ ഒരു ചേഞ്ചിൽ ഈ വ്യക്തി ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയുടെ ഒരു ജെന്യൂൻ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് നോക്കുന്നുണ്ട്, മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, എസ്പെഷ്യലി രാത്രി ഒരുപാട് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ ഈ വ്യക്തി ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽഫ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഈവൻ അവരും അവരുടെ ലൈഫിൽ ചില കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങൾ അവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആങ്സൈറ്റി ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈവൻ ലൈക്ക് ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളെ ഇംപ്രസ് ചെയ്യാനോ ഓർ അയാളുടെ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാനോ. ഓക്കെ, സി അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി പോയിട്ടാണ് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ ഒരു വാശി, ആ ഒരു ഫീലിങ്സ്, ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, സോ ചില സമയത്ത് ആ ഒരു കോമ്പറ്റീഷൻ, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് നല്ലതാണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് പ്രോബബ്ലി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ബട്ട് നിങ്ങൾ ടെലിപ്പത്തിക്കലി ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്, ടെലിപ്പത്തിക്കലി ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഈഗോ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു ജലസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ആ കണ്ടുമുട്ടേണ്ട ഒരു പ്ലേസിലേക്ക് ചില ആളുകൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കണം. അവിടെ നിങ്ങൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം അതാണ്. നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, വീണ്ടും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ ജെല്ലായിട്ട് പോകുന്നുണ്ടാവില്ല. നല്ല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും നല്ല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് ഈവൻ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ടെലിപ്പത്തിക്കലി നിങ്ങൾ അങ്ങനെ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റീസ്റ്റാർട്ട് ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി. പക്ഷേ ആഫ്റ്റർ ഒരു ഗ്രോത്തിന് ശേഷം. ഓക്കെ, ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ഓൾറെഡി ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെരി സൂൺ നിങ്ങൾക്ക് ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു സമയത്ത് മെജോറിറ്റി നിങ്ങൾ പ്രിപ്പയർഡ് അല്ല. ഓക്കെ, കാരണം നിങ്ങൾ ആ ഒരു കോമ്പറ്റീറ്റീവ് മോഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, സോ എന്താണ് ഈ വ്യക്തിയെ കുറിച്ച്, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിനെ കുറിച്ച് നിങ്ങൾ ഈ സമയം അറിയേണ്ടത്? ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, വേറെ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് അതായിരിക്കും നിങ്ങളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ വ്യക്തി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, വ്യക്തി എന്ന് മാത്രം എന്നുള്ളതല്ല, പുതിയ എന്തോ ഒരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കണം. അവർ അത് തിരിച്ചുമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലായിരിക്കാം പുതിയൊരു വ്യക്തിയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിലേക്കോ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങൾ അവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഇപ്പൊ ഫാമിലി സിറ്റുവേഷൻ, ചില വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, കീപ് ആൻ ഓപ്പൺ മൈൻഡ്.
ഓൾറൈറ്റ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോൾമേറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോൾ എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഒരു ജേർണി അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഒരു സ്ട്രഗിൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ജേർണി അല്ലെ. ഇപ്പം നിങ്ങളൊരു ടൈമിൽ കണ്ടുമുട്ടുന്നു, ഒരു ടൈമിൽ നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ട് വരുന്നു, നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നിങ്ങൾ ഒരുമിച്ച് പോകേണ്ട വഴികൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യും. അത് ഒന്നുകിൽ ഒരു ബിസിനസ് ആയിരിക്കാം, ജോബിൽ നിങ്ങൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഒരേ ജോബ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, മേ ബി നിങ്ങൾ രണ്ടും ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, ഓർ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അങ്ങനെ വരേണ്ട ആളുകളും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, ഒരു ഫാമിലിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യാം. മേ ബി നിങ്ങൾ സെയിം പ്രൊഫഷനിൽ നിന്നുള്ള ആളുകളും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെയിം പാഷൻ ഉണ്ടായിരിക്കാം. സോ അതാണ് നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് തരുന്നത്, ഒരു ഈഗോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ട്. ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, സെൽഫ് ഫോക്കസ് ചെയ്യാൻ, നിങ്ങൾക്കൊരു ആങ്സൈറ്റി, നിങ്ങൾക്ക് ആ ഒരു വാശി, ഒരു ലൈക്ക് ഫയർ തരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ടു ഗ്രോ, അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. അതാണ് നിങ്ങളുടെ ഒരു എൻജിൻ എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് വരാൻ വേണ്ടി. റൈറ്റ്, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.